ഉണ്ണാമിന്റെ ഒപ്പം ഡോങ്ചു ഉണ്ടായിരുന്ന സമയത്ത് ഗുഹയും അവരെ ഫോളോ ചെയ്തൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരിക്കൽ അവന് കറുവപ്പട്ടയൊക്കെ കഴിച്ചിട്ട് അലർജി വന്നതിനെ കുറിച്ചുള്ള കാര്യമെല്ലാം തന്നെ ഗുഹോയും ജാങ്സിനെ അറിയിച്ചിട്ടുണ്ട്. സോ ഇപ്പോൾ ജാങ്സിനും ഡോങ്ചുനെ കൊല്ലണമെന്ന ഉദ്ദേശത്തോടു കൂടി തന്നെ നമുക്ക് കുറച്ച് കറുവപ്പട്ടയ്ക്ക് ആവശ്യമായിട്ട് വരുമെന്ന് ഗുഹയുടെ അടുത്തും പറയുന്നു. എന്തായാലും ജാങ്സൺ പറഞ്ഞത് പ്രകാരം ഗുഹയും ഇപ്പോൾ അടുക്കളയിൽ എത്തിയിരിക്കുകയാണ്. അതായത് ടോങ്ജുന് ഒരു രീതിക്കുള്ള കറുവപ്പട്ട കഴിക്കുകയാണെങ്കിൽ മാത്രമേ അലർജി വരികയുള്ളൂ. സോ അവിടെ ഉണ്ടായിരുന്ന ശരിക്കും യൂസ് ചെയ്യുവാൻ സാധിക്കുന്ന രീതിക്കുള്ള കറുവപ്പട്ട അവിടെ നിന്ന് മാറ്റിവെച്ചിട്ട് ടോങ്ജുന് അലർജി ഉണ്ടാകുന്ന കറുവപ്പട്ട അവിടെ വെക്കുകയായിരുന്നു ഗുഹയും ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൂടാതെ ജാങ്സൺ ഇഡുവിനെ ചെന്ന് കാണിക്കുകയും അതുപോലെ തന്നെ ഹണി കുക്കീസില് കറുവപ്പട്ട ചേർക്കുന്നതായിരിക്കുമെന്നും ടോങ്ജു അത് കഴിക്കാതെ ഇരിക്കുകയാണെങ്കിൽ അവന് ഓർമ്മക്കുറവ് ഒന്നും തന്നെ ഇല്ല എന്നാണ് അതിന്റെ അർത്ഥം. അതുകൊണ്ട് തന്നെ അവനെ അങ്ങ് കൊന്നു കളഞ്ഞേക്കുവാനുള്ള രീതിക്കാണ് അയാളോടും പറയുന്നത്. ഉണ്ണാവിന്റെ വീട്ടുകാർക്ക് കഴിക്കുവാനായിട്ട് കൊടുത്തുവിട്ട ഫുഡ് ആയിരുന്നു അതേയെങ്കിൽ പോലും ഇപ്പോൾ ഫുഡൊക്കെ കണ്ടിട്ടുണ്ടായിരുന്ന ഈടും ടോങ്ചുനെ കൂടി ഫുഡ് കഴിക്കുവാനായിട്ട് ക്ഷണിക്കണമെന്ന് പറയുന്നുണ്ട്. ഉണ്ണാമും ഹണി കുക്കീസ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ തന്നെ അതിൽ കറുവപ്പട്ടയുണ്ടെന്ന് മനസ്സിലാക്കുന്ന അവളും ടോങ്ചുനെ നോക്കുമ്പോഴത്തേക്കും ടോങ്ചു വീണ് പോയിട്ടുണ്ടായിരുന്നു. എന്തായാലും പെട്ടെന്ന് തന്നെ ആംബുലൻസ് വിളിക്കുവാനായിട്ട് ചെയർമാൻ സാർ പറയുമ്പോഴത്തേക്കും ആംബുലൻസ് വിളിക്കുന്നത് പോലെ അഭിനയിക്കുക മാത്രമായിരുന്നു ഈട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഡോങ്ചുന് ബോധം നഷ്ടപ്പെട്ട് കഴിയുമ്പോഴത്തേക്കും ഉണ്ണാമോ അവന് CPR നൽകുകയും കൃത്രിമശ്വാസം നൽകുകയും ചെയ്യുന്നു. അങ്ങനെയിരിക്കെ ഇതുവരെയായിട്ടും എന്തുകൊണ്ടാണ് ആംബുലൻസ് വരാത്തതെന്ന് ചെയർമാൻ ചാ അന്വേഷിക്കുമ്പോഴത്തേക്കും ഞാനും ഒന്ന് വെളിയിലൊക്കെ പോയി നോക്കിയിട്ട് വരാമെന്ന് പറഞ്ഞ് ഈടവും വെളിയിലേക്ക് ഇറങ്ങുന്നു. എങ്കിൽ പോലും വളരെയധികം സീരിയസ് ആണ് കണ്ടീഷൻ എന്നൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്ന ടയോണും പെട്ടെന്ന് തന്നെ ആംബുലൻസിനെ കോൾ ചെയ്യുന്നുമുണ്ട്. ടയോൺ കോൾ ചെയ്തതുകൊണ്ട് മാത്രം ഇപ്പോൾ ആംബുലൻസ് വരികയാണ്. അങ്ങനെയിരിക്കെ ടോങ്ചുനെ ആംബുലൻസിൽ കയറ്റിക്കൊണ്ടു പോകുന്നു. മാത്രമല്ല ജാങ്സന്റെ വൈഫും കൊണ്ടുപോയ ഫുഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ എന്നൊക്കെ അറിയുവാനായിട്ട് ചോളിനെ കോൾ ചെയ്യുമ്പോഴത്തേക്കുമാണ് അവിടെ നടന്ന സംഭവങ്ങളെ കുറിച്ചെല്ലാം തന്നെ ചോളും തുറന്നു പറയുന്നത്. അങ്ങനെയിരിക്കെ അതൊക്കെ കേട്ട് ടെൻഷൻ ആയിട്ടുണ്ടായിരുന്ന ജാങ്സിന്റെ വൈഫും നേരെ ജാങ്സിനെ ചെന്ന് കണ്ട് കാര്യങ്ങളെ കുറിച്ചെല്ലാം തന്നെ പറയുകയാണ്. ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഒരിക്കലും ടോങ്ചുനെ കഴിക്കുവാനായിട്ട് സാധിക്കാത്ത രീതിക്കുള്ള കറുവപ്പട്ട ആയിരുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഉറപ്പിച്ച് സംസാരിക്കുകയായിരുന്നു ജാക്സന്റെ വൈഫും. എങ്കിൽ പോലും നീ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല, ഞാനും ഡോക്ടറെ കാണുവാനായിട്ട് ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ്, നിന്റെ കൂടെ പേരില് ഞാനും ആദരാഞ്ജലി അർപ്പിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് അയാളും പോകുന്നു. അതൊക്കെ കേൾക്കുമ്പോഴത്തേക്കും ജാങ്സന്റെ വൈഫ് കൂടുതൽ വിഷമിക്കുന്നു. ഡോങ്ചുന്റെ അവസ്ഥ വളരെയധികം സീരിയസ് ആണ്. അങ്ങനെയിരിക്കെ ഡോങ്ചു രക്ഷപ്പെടുവാൻ യാതൊരു വിധത്തിലുള്ള സാധ്യതയും ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈഡും ജാങ്സിന് മെസ്സേജ് അയക്കുന്നു. ഇപ്പോൾ പണ്ട് നടന്ന മറ്റൊരു സംഭവത്തെക്കുറിച്ചും ജാങ്സൺ ഓർക്കുന്നു. അതായത് ജാങ്സനെ കാണുവാനായിട്ട് ഈഡു ഒരു ദിവസം അവന്റെ വീട്ടിലേക്ക് വന്ന സമയത്ത് ഡോങ്ചുനെ കൂടി കൂടെ കൂട്ടിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു സമയത്ത് ഡോങ്ചു അവിടെ വന്നത് ജാങ്സന് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ലെങ്കിൽ പോലും ചെയർമാൻ ചാ കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്ന ഒരു ലെറ്റർ ഡോങ്ചു അയാളെ ഏൽപ്പിക്കുന്നു. ജാങ്സൺ പറഞ്ഞത് പ്രകാരം ഡോങ്ചുനെ ജോലിയിൽ നിന്നും പിരിച്ചുവിടുവാനായിട്ട് ഞാൻ തയ്യാറല്ല. അതുകൊണ്ട് തന്നെ അതിന് പകരമായിട്ട് ഞാനും കുറച്ച് സമ്മാനങ്ങളൊക്കെ നിനക്ക് കൊടുത്തു വിട്ടിട്ടുണ്ട്. അതുകൂടാതെ ജാങ്സന് വേണ്ടിയിട്ട് കുറെ അധികം പണം എല്ലാം തന്നെ ഈ ഡേസൺ ഗ്രൂപ്പിൽ നിന്നും അടിച്ചു മാറ്റിയ കാര്യവും എനിക്ക് നന്നായി തന്നെ അറിയാമെന്നായിരുന്നു കത്തിലുണ്ടായിരുന്നത്. പക്ഷെ ഈ ഒരു സംഭവം ഏത് സമയത്ത് നടന്നതാണെന്ന് വ്യക്തമായിട്ട് കാണിക്കുന്നില്ല. ചെയർമാൻ ചാ ഇപ്പോൾ ഹോസ്പിറ്റലിലാണ് ഉള്ളതെങ്കിൽ പോലും വീട്ടിലാണെന്നൊക്കെ വിചാരിച്ചിട്ട് എനിക്ക് കോഫി എടുത്തോണ്ട് വരുവാനായിട്ട് സെക്രട്ടറിയോട് പറ എന്നൊക്കെ പറയുന്നു. അത് കേൾക്കുമ്പോഴത്തേക്കും ഈഡോനും എന്തൊക്കെയോ സംശയം തോന്നുകയാണ്. എന്തായാലും ഡോസു അവിടെ നിന്ന് പോകുവാനായിട്ട് ശ്രമിക്കുന്ന സമയത്ത് ഈഡും അച്ഛൻ ഓർമ്മക്കുറവ് ഉണ്ടോ എന്ന് അയാളുടെ അടുത്തും ചോദിക്കുകയാണ്. ഈ ഒരു സമയത്ത് ഡോസോനും ഒന്നും തന്നെ മറച്ചു വെക്കുവാനായിട്ട് സാധിക്കുന്നില്ല. എന്തായാലും നമ്മുടെ കമ്പനിക്ക് വേണ്ടിയല്ലേ, അതുകൊണ്ട് തന്നെ ഇനി എന്ത് കാര്യമുണ്ടെങ്കിലും എന്നെ അറിയിക്കുവാനായിട്ട് മടിക്കരുതെന്നും കൂടി ഈഡു പറയുന്നു. അങ്ങനെ ഡോസ് പോയി കഴിയുമ്പോഴത്തേക്കുമാണ് ജാങ്സണും അവിടെ എത്തുന്നത്. എന്തായാലും ഡോങ്ചു ഇനി രക്ഷപ്പെടുമെന്നൊന്നും ഞാൻ കരുതുന്നില്ല. നമുക്കും അടക്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്താലോ എന്ന് ജാങ്സൺ ചെയർമാൻ ചായുടെ അടുത്ത് ചോദിക്കുന്നുണ്ടെങ്കിൽ പോലും ചെയർമാൻ ചായും ഡോങ്ചു തിരിച്ചെത്തുമെന്ന പ്രതീക്ഷയിലായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഡോങ്ചുവിന്റെ ഹാർട്ട് ബീറ്റ് ഒക്കെ നോർമലായി കഴിഞ്ഞിരിക്കുന്നു. അവനെയും റൂമിലേക്ക് മാറ്റുകയാണ്. മാഡം പയ്യും ഇന്നാമും കൂടി ഇപ്പോൾ ഹോസ്പിറ്റലിൽ എത്തിയിരിക്കുകയാണ്. അങ്ങനെയിരിക്കെ അവിടെ ഉണ്ണാമനെ കണ്ടിട്ടുണ്ടായിരുന്ന അവനും ഡോങ്ചുന്റെ പഴയ ഫോണും അതിന്റെ ഒപ്പം ക്ലോത്തിൽ പൊതിഞ്ഞ മറ്റൊന്നും അവൾക്ക് നൽകുന്നു. മാത്രമല്ല ആരുമില്ലാത്തപ്പോൾ മാത്രമേ ഇത് നീ തുറക്കുവാനായിട്ട് പാടുള്ളൂ എന്നും ഫോണിൽ ഒരു വീഡിയോ ഉണ്ട്, അത് നീ ഉറപ്പായിട്ടും കണ്ടിരിക്കണമെന്നും ഇന്നാമും പറയുന്നുണ്ട്. ജാങ്സൺ ആയിരുന്നോ ശരിക്കും ഡോങ്ചുനെ കൊല്ലുവാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടായിരുന്നെന്നുള്ള ഒരു സംശയമൊക്കെ ഇന്നാമിനും തോന്നി തുടങ്ങിയിരിക്കുന്നു. എന്തു തന്നെ ആയാലും തിരിച്ച് വീട്ടിലെത്തുന്ന അവളും ഫോൺ തുറന്നു നോക്കി കഴിയുമ്പോഴത്തേക്കും അതിന്റെ അകത്ത് ഡോക്ടർ ഷിപ്പിൽ വെച്ച് വയലിനൊക്കെ വായിച്ച് ആ സമയത്ത് റെക്കോർഡ് ചെയ്ത വീഡിയോ ആയിരുന്നു ഉണ്ടായിരുന്നത്. അവളും ഒരുപാട് ഹാപ്പി ആയിട്ട് അത് കാണുന്നുണ്ട്. മാത്രമല്ല
നേരത്തെ കൊടുത്തിട്ടുണ്ടായിരുന്ന ആ ഒരു ക്ലോത്ത് ഒക്കെ തുറന്നു നോക്കുന്ന അവളും പൊട്ടിപ്പോയ ബ്രേസ്ലെറ്റ് അവൻ തിരിച്ചു നൽകിയതാണെന്നുള്ള കാര്യം മനസ്സിലാക്കി ഇപ്പോൾ നിലവിൽ കയ്യിലുണ്ടായിരുന്ന ബ്രേസ്ലെറ്റ് അഴിച്ചിട്ട് അവന്റെ ആ ഒരു ബ്രേസ്ലെറ്റ് കയ്യിലെടുക്കുകയാണ് അവളും. അപ്പോഴവളും ഒരു ഫ്ലാഷ് ബാക്ക് ആലോചിക്കുന്നു. അതായത് പണ്ട് അവളും ഒന്ന് സൂയിസൈഡ് ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അതിന്റെ പാടൊക്കെ കയ്യിലുണ്ട്. അത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്ന അവനും നമുക്ക് രണ്ടുപേർക്കും കൂടി ചേർന്ന് കപ്പിൾ ടാറ്റൂസ് ഒക്കെ ചെയ്താലോ എന്ന് അവളുടെ അടുത്തും ചോദിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും അവൻ പറഞ്ഞത് പ്രകാരം അവളും കപ്പിൾ ടാറ്റു ചെയ്യുവാനായിട്ട് പോകുന്നുണ്ടെങ്കിലും പേടി കാരണം ആദ്യം അവൾ മാറി നിൽക്കുന്നു. പിന്നീട് അവൻ ടാറ്റു അടിച്ചതിന് ശേഷമാണ് അവളും ടാറ്റു അടിക്കുന്നത്. ഞാനും ഈഡുവിന്റെയും അമ്മയുടെയും അടുത്തുള്ള ദേഷ്യം കാരണമായിരുന്നു എന്റെ കൈ മുറിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ നീയും ഇതുപോലെ ടാറ്റു ഒക്കെ അടിച്ചത് കൊണ്ട് തന്നെ പഴയ കാര്യങ്ങളെല്ലാം തന്നെ മറക്കുവാനായിട്ട് എനിക്കും സാധിച്ചിരിക്കുന്നു. അതിന് ഒരുപാട് നന്ദിയുണ്ട്. അല്ലെങ്കിലും ഞാൻ വിചാരിച്ചത്ര വേദന ഒന്നും തന്നെ ടാറ്റു അടിച്ചപ്പോഴത്തേക്കും ഉണ്ടായിരുന്നില്ല എന്ന് അവൾ പറയുമ്പോൾ എനിക്ക് ശരിക്കും വേദന എടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ഒരിക്കലും ഞാൻ ഇതുപോലെ ടാറ്റു അടിക്കുകയില്ല എന്ന് ഡോക്ചുവും പറയുന്നു. ജാങ്സന്റെ യോങ്സോങ് കെമിക്കൽ എന്ന കമ്പനിയിലെ എക്സിക്യൂട്ടീവ്സിനെ പണമൊക്കെ കൊടുത്ത് വശത്താക്കുവാനായിട്ട് ശ്രമിച്ച ഒരു കേസൊക്കെ ഇപ്പോൾ നടക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട് പ്രോസിക്യൂഷനും ഗുഹീനെ ചോദ്യം ചെയ്യുവാനായിട്ട് വിളിപ്പിച്ചിരിക്കുന്നു. പക്ഷെ അവളും ചോദ്യമൊക്കെ ചെയ്യപ്പെടുന്ന സ്ഥലത്തെത്തി കഴിയുമ്പോഴത്തേക്കും അവിടെ ഒരുപാട് മീഡിയാസ് ഉണ്ടായിരുന്നു. അത്രയും പേരെ കണ്ടിട്ടുണ്ടായിരുന്ന ഗുഹയും പെട്ടെന്ന് തന്നെ കാർ എടുത്ത് സംഭവ സ്ഥലത്തു നിന്നും പോകുന്നുണ്ട്. എന്തായാലും ഇതെല്ലാം തന്നെ ജാങ്സന്റെ പ്ലാൻ ആയിരിക്കുമെന്ന് വിചാരിച്ച ചെയർമാൻ ചായും ജാങ്സിനെ കോൾ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ഇതിലൊന്നും തന്നെ തനിക്ക് യാതൊരു വിധത്തിലുള്ള പങ്കുമില്ല എന്ന രീതിക്കാണ് ജാങ്സണും സംസാരിക്കുന്നത്. പക്ഷെ ആ ഒരു കോളിന് ശേഷം ഡോങ്ചിന്റെ തലയിലുള്ള 2 ഡ്രില്ലിനെ കുറിച്ച് ഒന്നും തന്നെ ഞാനിപ്പോൾ ആലോചിക്കുന്നില്ല. മറിച്ച് ടേസൺ ഗ്രൂപ്പിനെ മൊത്തത്തില് ഞാനിങ്ങ് എടുക്കുവാനായിട്ട് പോവുകയാണെന്നുള്ള രീതിക്കാണ് ജാങ്സണ് സംസാരിക്കുന്നത്. ഉണ്ണാമും ചോളിനെ വിളിപ്പിച്ചിട്ട് തനിക്ക് ഡിവോഴ്സ് വേണമെന്ന് പറയുകയാണ്. പക്ഷെ അത് കേട്ടിട്ടുണ്ടായിരുന്ന ചോളും നീ ഒരുപാട് ആലോചിച്ചിട്ടാണ് ഇങ്ങനൊരു തീരുമാനം എടുത്തതെന്നെല്ലാം തന്നെ എനിക്കറിയാം. എങ്കിൽ പോലും നീ വിചാരിക്കുന്നതിനേക്കാളും കൂടുതലായിട്ട് ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്കൊരിക്കലും നിനക്ക് ഡിവോഴ്സ് നൽകുവാനായിട്ട് സാധിക്കുകയില്ല. മാത്രമല്ല ഞാൻ നിനക്ക് ഡിവോഴ്സ് ഒക്കെ നൽകുകയാണെങ്കിൽ നിന്റെ മുത്തശ്ശൻ നിനക്ക് നൽകിയിട്ടുണ്ടായിരുന്ന ഏഷ്യൻ ഗ്രൂപ്പിന്റെ ഷെയർസ് എല്ലാം തന്നെ നീയും തിരിച്ച് മുത്തശ്ശന് കൊടുക്കേണ്ടതായിട്ട് വരുമെന്ന് അവൻ പറയുന്നുണ്ടെങ്കിൽ പോലും അങ്ങനെ ഷെയർസ് എല്ലാം തന്നെ തിരിച്ചു കൊടുക്കുവാനായിട്ട് പോലും ഉണ്ണാമുൻ തയ്യാറായിരുന്നു. സിസ്റ്റർ ആഗ്നസിന് അപകടം നടന്ന സ്ഥലത്തേക്ക് ഇപ്പോൾ ഉണ്ണം ഓടിയെത്തുകയാണ്. അങ്ങനെയിരിക്കെ അപകടമൊക്കെ ഉണ്ടാക്കിയ ആള് കുറച്ച് മാറി നിന്നിട്ടുണ്ടായിരുന്ന ഒരാളെ നോക്കിയതൊക്കെ അവളുടെ ശ്രദ്ധയിലും പെട്ടിട്ടുണ്ടായിരുന്നു. സോ ഒരു കടയിലൊക്കെ ചെന്നിട്ട് അവിടുത്തെ CCTV ദൃശ്യങ്ങളും അവൾ ആവശ്യപ്പെടുന്നു. അവളും വീട്ടിലെത്തി ആ ഒരു CCTV ദൃശ്യങ്ങളെല്ലാം തന്നെ നോക്കി കഴിയുമ്പോഴത്തേക്കും അതിന്റെ അകത്ത് നിന്ന് കുഹോ നിൽക്കുന്നതായിട്ട് അവളും കാണുകയാണ്. അത് കൂടാതെ നേരത്തെ ഡോങ്ചും അവൻ ഷിപ്പിലൊക്കെ പോയ സമയത്ത് അവനെ ആരോ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നതിനെ കുറിച്ച് ഓർക്കുന്ന അവളും നേരത്തെ ഡോങ്ചു തയ്യാറാക്കിയ വീഡിയോ ഒക്കെ ഒന്നും കൂടി കണ്ടു നോക്കുന്നു. ആ ഒരു വീഡിയോയില് ഒരു ബോട്ടിൽ ഒരാൾ വരുന്നതായിട്ടൊക്കെ അവളുടെ ശ്രദ്ധയിലും പെടുകയാണ്. അവളും ആ ഒരു വീഡിയോ സൂം ചെയ്ത് നോക്കി കഴിയുമ്പോഴത്തേക്കും അതിന്റെ അകത്തുണ്ടായിരുന്ന ഈഡോനെയും അവൾ കാണുന്നു. അപ്പോൾ തന്നെ അവളുടെ റൂമിലേക്ക് ഈഡു കയറി വരികയും ചോളുമായിട്ടുള്ള വിവാഹബന്ധം വേർപെടുത്തുവാനായിട്ട് ശ്രമിക്കുന്നത് കൊണ്ട് തന്നെ വലിയൊരു തുക തന്നെ നഷ്ടപരിഹാരമായിട്ട് കൊടുക്കേണ്ടി വരുമെന്നുള്ള രീതിക്കൊക്കെ അവളുടെ അടുത്ത് സംസാരിക്കുന്നു. അത് കൂടാതെ ഞാനും ചോളിനെ വിളിച്ച് പറയാം, അവൻ നിന്നെ കൂട്ടിക്കൊണ്ടു പോകുവാനായിട്ട് വരും, നീയും തിരിച്ചു പോയിക്കോണമെന്ന് പറഞ്ഞുകൊണ്ട് ഈടുവും പോകുന്നു. ജാങ്സനും ആദ്യം തൊട്ട് ഒരു പൊളിറ്റീഷ്യനെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അയാളെ കാണുവാനായിട്ടൊക്കെ എത്തിയിരിക്കുകയാണ്. അത് കൂടാതെ ടേസൺ ഗ്രൂപ്പിന്റെ ചുമതലകളെല്ലാം തന്നെ നമ്മൾ ഈഡുവിനെ ഏൽപ്പിക്കേണ്ടതായിട്ടുണ്ട്. ഈഡുവും നമ്മുടെ വിശ്വസ്തനാണ്, നമുക്കും അവനെ യൂസ് ചെയ്യുവാനായിട്ട് സാധിക്കുമെന്ന രീതിക്ക് പൊളിറ്റീഷ്യന്റെ അടുത്ത് സംസാരിക്കുമ്പോഴത്തേക്കും അയാളും അതെല്ലാം തന്നെ സമ്മതിക്കുന്നു. അയാൾക്ക് പൊളിറ്റിക്സ് ഒക്കെ കളിക്കുവാനായിട്ട് കുറെ അധികം ഫണ്ടിന്റെ ആവശ്യമുണ്ട്. സോ അതിനുവേണ്ടിയാണ് ജാക്സൺ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ ചെയ്യുവാനായിട്ട് അയാളും തയ്യാറായിട്ടുള്ളത്. ചെയർമാൻ ചായും ഈഡുവിന്റെ അടുത്ത് സംസാരിക്കുന്നു. കമ്പനി ഇപ്പോൾ വളരെ വലിയ പ്രശ്നത്തിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് സീനിയറിനെ വൈസ് ചെയർമാനിന്റെ സ്ഥാനത്തേക്ക് പ്രൊമോട്ട് ചെയ്യാമെന്ന രീതിക്കാണ് ചെയർമാൻ ചാ സംസാരിക്കുന്നത്. പക്ഷേ ഇതുപോലെ തന്നെയായിരിക്കും വൈസ് ചെയർമാൻ ആക്കുക എന്ന പ്രതീക്ഷയിലായിരുന്നു ഈഡു ഇരുന്നിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ വൈസ് ചെയർമാൻ എന്ന സ്ഥാനം സീനിയറിന് പോയ വിഷമത്തിലൊക്കെ ആയിരുന്നു ഈഡു ഉണ്ടായിരുന്നത്. എന്തായാലും സീനിയർ വൈസ് ചെയർമാൻ സ്ഥാനത്തേക്കും ഡോങ്ചു ഡയറക്ടർ സ്ഥാനത്തേക്കും എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കമ്പനിയിലെ എല്ലാ പ്രശ്നങ്ങളും മാറുന്നതായിരിക്കുമെന്നുള്ള ഒരു വിശ്വാസത്തിലേക്കാണ് ചെയർമാൻ ചായം ഉള്ളത്. ഈടവും സീനിയറിനെ കാണുവാനായിട്ട് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെയിരിക്കെ ചെയർമാൻ ചായയുടെ ഹെൽത്ത് ഒക്കെ വളരെയധികം മോശമാണ്. ഇപ്പോൾ നമ്മളെ കണ്ട് തിരിച്ചറിയുന്നുണ്ടെങ്കിൽ പോലും ഇപ്പോൾ നിന്നെ വൈസ് ചെയർമാൻ എന്ന സ്ഥാനത്തേക്ക് പ്രൊമോട്ട് ചെയ്തില്ലേ, ആ ഒരു കാര്യം പോലും കുറച്ചു നേരം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെയർമാൻ ചാ മറന്നു പോകുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ ഇനി എന്ത് കാര്യമുണ്ടെങ്കിലും ഞാനുമായിട്ട് നീ ഡിസ്കസ് ചെയ്യേണ്ടതായിട്ടുണ്ട് എന്ന രീതിക്കാണ് സീനിയറിനോടും ഈട് പറയുന്നത്. ഉണ്ണാമു ഇപ്പോൾ ചോളിന്റെ വീട്ടിലേക്ക് മടങ്ങി എത്തിയിരിക്കുകയാണ്. അങ്ങനെയിരിക്കെ അവിടെ എത്തിയിട്ടുണ്ടായിരുന്ന ഈഡുവിനെയും ഉണ്ണം കാണുന്നു.
ഇപ്പോഴും ഡിവോഴ്സ് ചെയ്യുവാനായിട്ട് തന്നെയാണ് തന്റെ പ്ലാൻ എന്നും അതുകൊണ്ട് തന്നെ എഗ്രിമെന്റ് തെറ്റിക്കുന്നത് കൊണ്ട് തന്നെ വലിയ കോമ്പൻസേഷൻ ഒക്കെ കൊടുക്കേണ്ടതായിട്ട് വരുമല്ലോ. ആ ഒരു പണമൊക്കെ ഉണ്ടാക്കുവാനുള്ള മാർഗം പോലും ഇപ്പോൾ എന്റെ കയ്യിൽ ഉണ്ട് എന്ന രീതിക്കുമാണ് ഉണ്ണാമും ഈടുവിന്റെ അടുത്ത് സംസാരിക്കുന്നത്. പിന്നീട് ചോളും ഉണ്ണാമിന്റെ അടുത്ത് സംസാരിക്കുവാനായിട്ട് എത്തുന്നു. ഈ ഒരു സമയത്ത് ചോൾ പറയുന്നത് ഉണ്ണാമിന് അവനെ ഇഷ്ടമില്ല എന്ന കാര്യം അവന് നന്നായി തന്നെ അറിയാമെങ്കിൽ പോലും ഇപ്പോൾ അവന് ജീവിക്കാനായിട്ട് എന്തെങ്കിലും ഒരു കാരണം വേണം. അതുകൊണ്ട് തന്നെ ഉണ്ണാം അവനൊരു കുട്ടീനെയൊക്കെ നൽകുകയാണ് എങ്കിൽ ആ ഒരു കുട്ടീനെ നോക്കിക്കൊണ്ട് ഇനിയുള്ള ജീവിതം താൻ ജീവിച്ചോളാം എന്ന രീതിക്കൊക്കെയാണ്. പണ്ട് നീയും റുഗ്ബി ഗെയിമൊക്കെ കളിച്ചുകൊണ്ടിരുന്നതല്ലേ? അങ്ങനെയിരിക്കെ ആ ഒരു ടീമിൽ ഉണ്ടായിരുന്ന ഡോങ്ചുനെ നിനക്ക് ഒട്ടും തന്നെ ഇഷ്ടമില്ലായിരുന്നു. പിന്നീട് ജാങ്സിന്റെ ഇൻഫ്ലുവൻസ് ഒക്കെ വെച്ചിട്ട് നീ അവനെ ടീമിൽ നിന്നും പുറത്താക്കി. അങ്ങനെ അവനില്ലാത്ത ടീം നിനക്കും ബോറടിച്ചു തുടങ്ങി. അങ്ങനെയൊക്കെ അല്ലായിരുന്നോ നീയും ആ ഒരു ഗെയിം തന്നെ ഉപേക്ഷിച്ചൊക്കെ പോന്നിട്ടുണ്ടായിരുന്നത്? നിനക്കും എന്റെ അടുത്ത് ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് ഒക്കെ ഉണ്ടായെന്നല്ലേ പറഞ്ഞത്? പക്ഷെ പിന്നീട് ഞാൻ ഡോങ്ചുനെ സ്നേഹിച്ചിട്ടുണ്ടായിരുന്നുവെന്നും അവനെ ഉപേക്ഷിച്ച് നിന്റെ ഒപ്പം വന്നുവെന്നും ഒക്കെ അറിഞ്ഞപ്പോൾ നീയും ഒരുപാട് സന്തോഷിച്ചു. ആദ്യം നീ എന്നെ ഒരു സ്ത്രീ ആയിട്ടായിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നെങ്കിൽ പോലും എന്നാണോ ഞാൻ ഡോങ്ചുനെ സ്നേഹിച്ചിട്ടുണ്ടായിരുന്നു എന്നൊക്കെ മനസ്സിലാക്കിയത് അപ്പോൾ മുതൽ നീ എന്നെ ഒരു ട്രോഫി ആയിട്ട് മാത്രമായിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നത്. ആ ഒരു ട്രോഫി നിനക്ക് തന്നെ ജയിക്കണമെന്ന ആഗ്രഹവും ഉണ്ടായി. അതിൽ കൂടുതലായിട്ടൊന്നും തന്നെ ഞാൻ ഇതിലും കാണുന്നില്ല എന്ന് അവളും പറയുന്നു. സിസ്റ്റർ ആഗ്നസിന്റെ അപകടമൊക്കെ നടന്ന സ്ഥലത്ത് വെച്ച് ഗുഹോനെ കണ്ടിട്ടുണ്ടായിരുന്ന CCTV ദൃശ്യങ്ങളുടെ സ്ക്രീൻഷോട്ടും അതിനോടൊപ്പം തന്നെ നേരത്തെ ഡോങ്ചുനെ ഷൂട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്ന ആ ഒരു സ്ഥലത്ത് വെച്ച് എടുത്തിട്ടുണ്ടായിരുന്ന ദൃശ്യങ്ങളിലെ ഈഡോന്റെ സ്ക്രീൻഷോട്ടും കൂടി വെച്ചിട്ട് ഇപ്പോൾ ഉണ്ണാമും അതെല്ലാം തന്നെ ജാങ്സിന് അയച്ചു കൊടുക്കുന്നു. ഗുഹയും ഇപ്പോൾ രഹസ്യമായിട്ട് മെയിൻ ലോക്കർ തുറക്കുവാനായിട്ടൊക്കെ എത്തുന്നുണ്ടെങ്കിൽ പോലും കോഡ് മാറിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അവിടെ ഈടോ എത്തിയിട്ട് അവൾ ഇതുപോലെ ലോക്കർ തുറക്കുവാനായിട്ട് ശ്രമിച്ചതെല്ലാം തന്നെ കൈയോടെ പിടിക്കുന്നു. മാത്രമല്ല അവൾ ഇതിനു മുമ്പും ഇവിടെ വന്നിട്ട് ഇതേ പാസ്കോഡ് ഒക്കെ വെച്ചിട്ട് ലോക്കർ തുറന്ന് പണം എടുത്തുകൊണ്ട് പോയ കാര്യവും അവൻ മനസ്സിലാക്കുന്നുണ്ട്. എങ്കിൽ പോലും ഇപ്പോൾ അവൾ ഇവിടെ വന്ന കാര്യം ഒന്നും തന്നെ പുറത്ത് ആരുടെയും അടുത്ത് പറയുകയില്ല എന്നും ഈടോ വാക്ക് നൽകുന്നു. പിന്നീട് അവൾ അവിടെ നിന്ന് പോയി കഴിയുമ്പോഴത്തേക്കും ഈഡോന്റെ കയ്യിലും പാസ്കോഡ് എഴുതിയ ഒരു പേപ്പർ ഉണ്ടായിരുന്നു. ആ ഒരു പേപ്പറും അതുപോലെ തന്നെ ഗുഹയുടെ കയ്യിലുണ്ടായിരുന്ന പേപ്പറും വെച്ചിട്ട് അവനും കമ്പയർ ചെയ്ത് നോക്കുന്നു. അത് രണ്ടും ഒരേ കോഡ് തന്നെയാണെന്നുള്ള കാര്യം അവനും തിരിച്ചറിയുന്നുണ്ട്. എന്ത് തന്നെ ആയാലും ആ ഒരു കോഡ് ജർമ്മൻ ചായയുടെ പെൻ സ്റ്റാൻഡിൽ നിന്നും കണ്ടെത്തിയതിനു ശേഷം ചങ്സിന് പണവുമായിട്ട് ഡോങ്ചു പോയിട്ടുണ്ടായിരുന്നു. സോ ആ ഒരു സമയത്തായിരിക്കും ഡോങ്ചു വീണ്ടും പാസ്കോഡ് മാറ്റിയിട്ടുണ്ടാവുക എന്ന കാര്യവും ഇപ്പോൾ അവനും തിരിച്ചറിയിക്കുകയാണ്. ഡോങ്ജുന്റെ ശല്യം എന്നേക്കുമായിട്ട് ഇല്ലാതാക്കുവാനായിട്ട് സാധിക്കുന്ന രീതിക്ക് ഒരു ഇഞ്ചക്ഷനൊക്കെ അവന് നൽകുവാനായിട്ട് പറഞ്ഞ് അത് ഈഡോനെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു ജാങ്സണും. സോ ഡോങ്ജുന്റെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കാമെന്ന് ജാങ്സണും ഇപ്പോൾ തീരുമാനിക്കുന്നു. അഡ്മിനിസ്ട്രേറ്റർ ഇപ്പോഴും യാങ്ങിനെ നഷ്ടപ്പെട്ട വിഷമത്തിലേക്കായിരുന്നു ഉണ്ടായിരുന്നെങ്കിൽ പോലും ഇനിയും യാങ്ങിനെ അന്വേഷിച്ചു പോയിട്ട് ഒരു കാര്യവുമില്ല. നമ്മൾ പുതിയ മിഷനൊക്കെ ചെയ്യുവാനായിട്ട് പോവുകയാണ്, നീയും അതിന്റെ കാര്യമൊക്കെ നോക്ക്. പിന്നെ യാങ്ങിന്റെ കുടുംബത്തെ എല്ലാം തന്നെ ഞാനും നോക്കിക്കൊള്ളാമെന്ന രീതിക്കാണ് അയാളുടെ അടുത്തും ജാക്സൺ പറയുന്നത്. ജാങ്സിനും നിന്റെ ഒപ്പം ഡിന്നർ കഴിച്ചാൽ കൊള്ളാമെന്നൊക്കെ ആഗ്രഹമുണ്ട്. നീ ഒരു കാര്യം ചെയ്യുക, വേഗം തന്നെ റെഡി ആയിട്ട് റെസ്റ്റോറന്റിലേക്ക് ചെല്ല്. ചോളും ജാങ്സിനും കൂടി ഒന്നിച്ച് അവിടേക്ക് എത്തുന്നതായിരിക്കുമെന്ന് ഗുഹയും ഉണ്ണാമനെ കോൾ ചെയ്ത് പറയുന്നു. അപ്പോഴാണ് ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നത്. അതായത് ഉണ്ണാമും ജാങ്സിന് ഈഡുവിന്റെ ഗുഹോന്റെ ഫോട്ടോസ് ഒക്കെ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ. അതിനുശേഷം ജാങ്സിനെ നേരിട്ട് കണ്ട സമയത്ത് ഒറിജിനൽ ഫോട്ടോസ് എല്ലാം തന്നെ എന്റെ കയ്യിലുണ്ട്, ഞാൻ അതൊക്കെ നിനക്ക് നൽകുവാനായിട്ട് തയ്യാറാണ്, പക്ഷെ അതിന് പകരമായിട്ട് എനിക്ക് ചോളിന്റെ അടുത്ത് നിന്നും ഡിവോഴ്സ് വേണമെന്ന രീതിക്കായിരുന്നു അവളും സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. എന്തായാലും ഈഡുവിനെ കൊണ്ടും ഗുഹോനെ കൊണ്ടും ഇതെല്ലാം തന്നെ ചെയ്യിച്ചിട്ടുണ്ടായിരുന്നത് ജാങ്സൺ ആണെന്ന് അവൾക്ക് നല്ല രീതിക്ക് തന്നെ ഉറപ്പുണ്ടായിരുന്നു. ഇപ്പോൾ ഗുഹോയും ഒരാൾക്ക് ഉണ്ണാമിന്റെ ഫോട്ടോ അയച്ചു കൊടുക്കുന്നു. മാത്രമല്ല ഉണ്ണാം റെസ്റ്റോറന്റിലേക്ക് പോകുമ്പോഴത്തേക്കും അവിടെ തന്നെ ഉണ്ടായിരുന്ന ഒരു കാറിലെ വ്യക്തി അവളെയും ഫോളോ ചെയ്യുന്നുണ്ട്. ഇന്നാമായിരുന്നു ഡോങ്ചുന്റെ കൂടെ ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നെങ്കിൽ പോലും ഇപ്പോൾ ചെയർമാൻ ചായയുടെ വീട്ടിലെ ജോലിക്കാരെയും രാത്രി ഡോങ്ചുനെ നോക്കുവാനായിട്ട് ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇന്നാമോ തിരിച്ചു പോകുന്നു. ആ ജോലിക്കാരെയും ഉറങ്ങി കഴിയുമ്പോഴത്തേക്കും അഡ്മിനിസ്ട്രേറ്ററും ഡോങ്ജുന്റെ റൂമിലേക്ക് കടന്നു വന്നതിന് ശേഷം കയ്യിലുണ്ടായിരുന്ന ഇഞ്ചക്ഷൻ ഡോങ്ജുന്റെ ഐവിയിലേക്ക് കുത്തിവെക്കാനായിട്ട് ശ്രമിക്കുന്നതിനിടയ്ക്ക് ഡോങ്ജു പെട്ടെന്ന് തന്നെ കണ്ണു തുറന്നിട്ട് അയാളെയും ഗ്രൗണ്ടിലേക്കൊക്കെ പിടിച്ച് തള്ളിയിടുന്നു. മാത്രമല്ല ഇപ്പോൾ അഡ്മിനിസ്ട്രേറ്ററെ ബ്ലോക്ക് ചെയ്ത് നിൽക്കുന്ന അവനും വെളിയിലേക്ക് നോക്കുമ്പോഴത്തേക്കും ഡോറിന് വെളിയിലായിട്ട് നിൽക്കുന്ന ഈഡോനെയും അവൻ കാണുകയാണ്. ആ ഒരു സീനോട് കൂടിയാണ് ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഇത്രയും വേഗം കാണാം. ബൈ.